വീട്ടിലുണ്ടെങ്കിൽ രോഗിയായി നിങ്ങൾ രോഗിയായി മാറും. ഇപ്പൊ എപ്പോഴേ ആളുകൾക്ക് സംശയം ഏതൊക്കെയാണ് ഈ വീട്ടിൽ വെക്കേണ്ട വസ്തുക്കൾ. എല്ലാത്തിനെയും പേരെടുത്ത് ബ്രാൻഡ് ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ പറയണേ അവരെന്നെ തൂക്കിക്കൊണ്ട് പോകും. ആളുകൾ ഇത് ഇറക്കുന്നവരില്ലേ ഇവിടെ അല്ലേ. അതുകൊണ്ട് ഞാൻ ചില ഹിന്റുകൾ തരും. അത് മനസ്സിലാക്കി ആളുകൾ വേണ്ടതുപോലെ ചെയ്തു കൊള്ളണം. ഇതല്ലേ ലിസിയുള്ളവർ പറഞ്ഞു ജീവനെപ്പറ്റി. അതെ, ജീവനെപ്പറ്റി വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ് ജീവനെ ഹനിക്കുന്നത് എന്തുണ്ടെങ്കിലും അത് തെറ്റാണ് എന്ന് പറയേണ്ടി വരിക. അത് നിങ്ങൾക്ക് ഉറുമ്പിനെ കൊല്ലാനായാലും ചാഴിയെ കൊല്ലാലും അതെല്ലാം ജീവനെ ഹനിക്കലാണ്. ആ ജീവനെ ഹനിക്കുന്ന വസ്തുക്കൾ നമ്മളുടെ ജീവനെയും ഹനിക്കുന്ന ഒന്നാണ്. ഇത് തിരിച്ചറിയാൻ സാമാന്യ ബുദ്ധി പോരെ. സാമാന്യ ബുദ്ധി മതിയല്ലോ ഇതിന്. പക്ഷെ നമ്മളത് അത്ര വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. അതുകൊണ്ട് കുറെ കാര്യങ്ങൾ ഇന്ന് പറയാം. അത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണ്ടതുപോലെ അവരവര് തീരുമാനം എടുത്ത് ചെയ്തോളുക. എന്റെ വാക്കാണ് കൊണ്ടാണ് ചെയ്തതെന്ന് വരരുത്. എത്രയേ ഉള്ളൂ. മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. കീടനാശിനികൾ, കളനാശിനികൾ ഇതെല്ലാം വിഷങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. അതറിയാൻ പാടില്ലാത്ത ആരും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു കീടനാശിനി എന്ന് പറഞ്ഞാൽ അത് വിഷമാണ്. അതിന് കൃഷി മരുന്നുകളെന്ന് മാറ്റി പേരിട്ടുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. എല്ലാ കീടനാശിനി കടകളുടെയും വാതുക്കല് ഒട്ടുമിക്ക എല്ലാം ഞാൻ പറയണില്ല. ഇന്നലെ ആലപ്പുഴയിൽ ഒരെണ്ണം ഞാൻ കണ്ടു. അത് കീടനാശിനിയും തന്നെ ധൈര്യപൂർവ്വം അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒട്ടുമിക്കവരും മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കീടനാശിനി വിൽക്കുന്നത് മരുന്നുകൾ, കൃഷി മരുന്നുകൾ എന്നാക്കിയിരിക്കുന്നു. എന്നാൽ ഈ കീടനാശിനിയും കളനാശിനിയും വിഷം തന്നെയാണെന്ന് സകല മനുഷ്യർക്കും അറിയാം. അപ്പോൾ വിഷങ്ങൾ വീടിനുള്ളിൽ വെച്ചാൽ അത് ആ വീടിനുള്ളിൽ താമസിക്കുന്നവർക്ക് രോഗം വരുത്തുമെന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അത് വീട്ടിൽ തളിക്കണമെന്നില്ല. വീട്ടിലെ അലമാരിക്കകത്ത് വെച്ചാലും മതി. വീട്ടിലെ അലമാരിക്കകത്ത് ഒരു വിഷം ഇരിക്കുന്നു, ഇപ്പൊ എലിവിഷം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വിഷം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഗന്ധം ആ വീടിനുള്ളിൽ നിറയില്ലേ? വാതിലും ജനലും അടച്ച് ആ വീടിനുള്ളിൽ കടന്നുറങ്ങുന്നവരുടെ എല്ലാവരുടെയും ലങ്സിൽ ആ വായുവിലൂടെ അത് എത്തില്ലേ? എത്തും. അപ്പൊ നമ്മൾ പറയണം ഞങ്ങൾ മേടിച്ച് പെരക്കകത്ത് വെച്ച്. ഒരാൾ എന്തൊക്കെ പറഞ്ഞു, ഞങ്ങൾ അടിച്ചിട്ടില്ല സാറേ, മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. വീട്ടിൽ വെച്ചാലും ശരി, പെരക്കകത്ത് അത് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ചാലും വിഷമാണ്. അത് പെരക്കകത്ത് വെച്ചാൽ നമ്മൾ ഉറങ്ങാൻ നേരം നമ്മൾ ജനലടയ്ക്കും വാതിലടയ്ക്കും കള്ളനെ പേടിച്ചിട്ട്. ഇത് മുഴുവൻ ഇതിനകത്ത് തിങ്ങി നിന്ന് നമ്മൾ തന്നെ ശ്വസിക്കല്ലേ. എത്രയോ പേരെയാണ് ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നത്, എത്രയോ പേര്. അപ്പൊ ഇത് വിഷങ്ങളാണ്. വിഷങ്ങൾ വീടിനുള്ളിൽ വെക്കരുത് എന്ന്. അത് അടിച്ചോ അടിച്ചില്ലേ എന്നുള്ളതല്ല. അത് ആദ്യം ഓർത്തിരിക്കുക. രണ്ടാമത്തെ കാര്യം, ഇന്ന് നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു കീടനാശിനിയുണ്ട്. പണ്ട് കാലത്ത് DDT എന്ന് പറയുന്ന ഒരു സാധനം, DDT, ഇതിനെപ്പറ്റി ഓർമ്മയുള്ളവരുണ്ടാവും കുറെ. ഇന്ന് കുറെ പേര് എൻ്റെ വയസ്സാണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ എൻ്റെ ഓർമ്മയിലുള്ള ഒരു കാര്യമാണ്. ഒരു സമയത്ത് കേരളത്തിലെയും ഒരുപക്ഷെ ഇന്ത്യയിലെയും സകല വീടുകളിലും മഴ പെയ്യിക്കുന്നത് പോലെ സ്പ്രേ ചെയ്തു. ഗവൺമെന്റിന്റെ ചെലവിൽ DDT സ്പ്രേ ചെയ്തു. എന്തിനാണെന്ന് അറിയാമോ? എനിക്ക് തോന്നണത് NMEP, നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം എന്ന പേരിലായിരുന്നു ഇത് ചെയ്തത്. ഇത് വിദേശത്ത് നിരോധിച്ചപ്പോ അത് ഇമ്പോർട്ട് ചെയ്ത് ചെലവ് കണ്ടെത്തിയതാണ്. സകല വീടുകളിലും അടിച്ചു, സകല വീടുകളിലും. ഞങ്ങൾ പരിസ്ഥിതി പ്രവർത്തകര് ഇതിനെപ്പറ്റി 85കളില് വളരെയധികം ഡിസ്കഷൻ നടന്ന ഒരു കാര്യമാണ്. 85കളിൽ കംപ്ലീറ്റ് വീടുകളില് DDT അടിച്ചു. ആ DDT ഇന്ന് നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോ നേരത്തെ ഒരു കാലത്ത് അടിച്ചത് ഇന്ന് നിരോധിച്ചു. അപ്പൊ അടിച്ച് അതിന്റെ വിഷമെല്ലാം ഉള്ളിൽ ചെന്നവരെല്ലാം എന്തായിരിക്കും ചെയ്യുക? DDT അല്ല, അതായത് എല്ലാ വീട്ടുകാരും അവരുടെ സാധനങ്ങളെല്ലാം പുറത്തിറക്കി കൊടുക്കണം.
ഗവൺമെന്റ് ഡെപ്യൂട്ടി ചെയ്ത ആൾക്കാരെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നിട്ട് വീട് മുഴുവൻ സ്പ്രേ ചെയ്ത് മഴ പെയ്യണ പോലെ, ഇന്നും എന്റെ കണ്ണിൽ ഉണ്ടത്, എന്റെ ഓർമ്മയിലുണ്ട്. മഴ പെയ്യുന്ന പോലെ ഭിത്തിയിലെല്ലാം എത്രയോ വർഷം, അതായത് പെയിന്റ് അടിക്കാതെ കിടക്കുന്ന പെരകളിലൊക്കെ എത്രയോ വർഷം പഴയകാല തടിപ്പരകളിലൊക്കെ ഇത് പറ്റിപ്പിടിച്ചിരുന്നു. അതിന്ന് നിരോധിച്ചിരിക്കുന്നു. കീടനാശിനി ഇന്ന് നിരോധിച്ചിരിക്കുന്നു. ഈ DDT തന്നെ അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് വിദേശ രാജ്യങ്ങളിൽ DDT കണ്ടുപിടിച്ചപ്പോ DDT സായിപ്പിന്റെ കുഞ്ഞുങ്ങളുടെ മേത്ത് തേച്ച് അവർ കുളിപ്പിച്ചു. അത്ര മണ്ടന്മാരാണ് അവര്. DDT മേത്തുകൾ കുളിപ്പിച്ചത് അത് നല്ലതാണ് എന്നുള്ളൊരു ധാരണയില്ല. പിന്നീടാണ് പഠനത്തിന്റെ ഭാഗമായി ഇത് കൊള്ളില്ലാത്ത ഒരു സാധനമാണെന്ന് മനസ്സിലാകുകയും അത് വിദേശ രാജ്യങ്ങളിൽ നിരോധിക്കുകയും അതിന് മാർക്കറ്റ് പാവപ്പെട്ട ഇന്ത്യക്കാരുടെ തലയിലേക്ക് വെക്കുകയും ഇന്ത്യയിലെ സകല വീടുകളിലും നമ്മുടെ ചെലവിൽ, ഗവൺമെന്റിന്റെ ചെലവിൽ അടിക്കുകയും ചെയ്തു. ഇതൊരു വസ്തുതയാണ്, നടന്ന കാര്യമാണെന്ന് അറിഞ്ഞിരിക്കുക. അനന്തര ഫലമായി ഈ DDT അടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ടായ അനുഭവം എന്താ? മൂട്ട പെരുകി എന്നുള്ളതാണ്. എല്ലാ വീടുകളിലും മൂട്ടയായി. മൂട്ട ക്രമാതീതമായി പെരുകുകയും ചെയ്തു. കൊതുകട്ട് കുറഞ്ഞതുമില്ല. ഇന്നേ വരെ കൊതുക് കുറഞ്ഞിട്ടില്ല. പണ്ടുള്ളതിനേക്കാളും കൊതുക് കൂടുകയല്ലാതെ കുറഞ്ഞിട്ടുമില്ല. മലേറിയ പരത്തുന്ന കൊതുകിനെ നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയായിരുന്നു ഇത്. അത് ഗവൺമെന്റ് ചെലവിൽ ഇവിടെ നടപ്പിലാക്കി എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ഉറുമ്പിന് ഇടുന്ന ഉറുമ്പ് പൊടി, ചാഴിപ്പൊടി എന്നൊക്കെ ചിലർ പറയും. ഈ ഉറുമ്പ് പൊടി നമ്മുടെ വാതുക്കലെ കടയിലെ പലഹാരം വെക്കുന്ന കടയിൽ നിന്ന് നമുക്ക് കിട്ടും. സകലിടത്തും കിട്ടും. കാരണം ഉറുമ്പ് പൊടി എന്ന് പറയുന്നത് നിരോധിക്കാത്ത ഒരു സാധനമാണ്. ആ ഉറുമ്പ് പൊടി എല്ലാവരും തന്നെ മേടിച്ച് വീടിനുള്ളില് ഉറുമ്പ് വരുന്നു ഇടും. ഇടരുത് എന്ന് ഞാൻ പറയുമ്പോ പിന്നെ എന്താ വഴി? പക്ഷേ ഈ ഉറുമ്പ് പൊടി ഇട്ട് കഴിഞ്ഞാൽ, ചാഴിപ്പൊടി എന്നും പറഞ്ഞിട്ട് ഇടുന്നുണ്ട് ചിലര്, ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ സ്മെല്ല് ഉള്ളിൽ ചെന്ന് സിസ്റ്റമിക് വർഗത്തിൽപ്പെട്ടതാകണം. ഇത് ലിവർ കേടാക്കും. ലിവർ കേടാക്കി കഴിയുന്ന ഒരു സാധനമാണത്. ഉറുമ്പ് പൊടി കൈകൊണ്ട് വാരിയിട്ട വീട്ടമ്മമാര് ലിവർ സീറോസുമായിട്ട് എൻ്റെ അടുക്കെ വന്നിട്ടുണ്ട്. ലിവർ സീറോസിസ്, ഫാറ്റി ലിവർ വരും, ഗ്രേഡ് 1 ആകും, ഗ്രേഡ് 2 ആകും, ലിവർ സീറോസിലേക്ക് പോയി. ഒരു മദ്യത്തിന്റെ ഒരു തുള്ളി പോലും കുടിക്കാത്ത പുരുഷന്മാർ ലിവർ സീറോസ് ആയിട്ട് വരുമ്പോ നമുക്കിതിൽ സംശയം വരില്ലേ, ഇത് എന്തുകൊണ്ടാണ് ഇവർക്ക് വന്നതെന്നുള്ളത്. ആ സംശയത്തിന്റെ പേരിൽ നമ്മൾ ചോദിക്കും, എന്താണ് വീട്ടിൽ ഉറുമ്പൊടി ഉണ്ടോ, ചാഴിപ്പൊടി ഉണ്ടോ, പാറ്റയെ കൊല്ലാനായിട്ട് വരയ്ക്കുന്ന പാറ്റ ചോക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടോ, പാറ്റയ്ക്ക് അടിക്കുന്ന സ്പ്രേകൾ, പലതരത്തിലുള്ള സ്പ്രേകൾ ഉണ്ടല്ലോ, അതുണ്ടോ, കൊതുക് തിരിയുണ്ടോ, പ്ലാസ്റ്റിക് വീടിനുള്ളിൽ കത്തിക്കുമോ, ഇതും പിടികിട്ടിയിട്ടുണ്ട്. ഒരു വീട്ടിൽ നിന്ന് ലിവർ ക്യാൻസറുമായിട്ട് വന്ന ഒരു പുരുഷൻ മദ്യം തൊട്ടിട്ട് പോലും ഇല്ല, ലിവർ ക്യാൻസറാണ്. തിരക്കി വന്നപ്പോഴത്തേക്ക് ഈ മനുഷ്യൻ വീടിനുള്ളിൽ എത്തുന്ന സകല പ്ലാസ്റ്റിക് ദോഷമാണെന്നറിയാം, പ്ലാസ്റ്റിക് അടപ്പിലിട്ട് കത്തിച്ചിട്ട് കിടന്നുറങ്ങുമായിരുന്നു. ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ആ ഗന്ധം വീടിനകം മുഴുവൻ നിൽക്കും. കിടക്കാൻ നേരത്ത് ചെയ്യുന്ന നല്ല കാര്യമാണ് പ്ലാസ്റ്റിക് നശിപ്പിക്കല്. വീടിനുള്ളിൽ അടുക്കളയിലിട്ട് കത്തിക്കുക. ഈ പരിപാടി എല്ലാവരും നിർത്തിക്കൊള്ളണം. കാരണം ഒരു കാര്യവുമില്ലാതെ സാധാരണഗതിയിൽ ലിവർ സീറോസിസ്, ഫാറ്റി ലിവർ ഗ്രേഡ് 1, 2 പോലെയുള്ള സാധാരണഗതിയിൽ ചിലപ്പോൾ ഡോക്ടർമാർ പറഞ്ഞേക്കാം ഗ്രേഡ് 1 അത് എല്ലാവർക്കും ഉള്ളതാണ്, അതുകൊണ്ട് കാര്യമാക്കേണ്ടതില്ലെന്ന്. എല്ലാവർക്കും ഉണ്ടെങ്കിൽ അത് കാര്യമാക്കേണ്ടതില്ലേ? എല്ലാവർക്കും ഉണ്ടെങ്കിൽ കാര്യമായ പഠനമല്ലേ നടക്കേണ്ടത്? എന്തുകൊണ്ടാണ്? അല്ലാതെ അത് കാര്യമാക്കേണ്ട ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് എനിക്ക് വന്ന് പലരും പറഞ്ഞു. അങ്ങനെ അല്ല കേട്ടോ, ഇത് കാര്യമായിട്ട് എടുക്കണം. ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ, ലിവറിന് സംബന്ധമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഉറക്കക്കുറവ്, ദഹനക്കുറവ്, ഈ മാതിരി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി ശ്രദ്ധിക്കുകയും ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് സ്കാൻ ചെയ്ത് നോക്കുകയും ചെയ്യണം. സാധാരണഗതിയിൽ LFT ചെയ്യും, ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യും, SGPT, SGOT നോർമലാണെന്ന് സമാധാനിച്ചിരിക്കുകയാണ്.
ഞാൻ രണ്ടാമത് വിട്ടിട്ട് ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് ചെയ്തുകൊണ്ട് വരാൻ പറയും. അപ്പൊ ഫാറ്റി ലിവർ ഗ്രേഡ് 2 നമ്മൾ അറിയാം. കാരണം ലക്ഷണങ്ങൾ മുഴുവൻ ലിവറിൻ്റെതാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ സംശയം വരിക. അതുകൊണ്ട് ഇത്തരം സാധനങ്ങൾ ഏതെങ്കിലും ഒരു ജീവിയെ കൊല്ലുന്നുണ്ടെങ്കിൽ ആ ജീവിയെ കൊല്ലുന്ന സാധനം നമ്മളെയും കൊല്ലുമെന്ന കാര്യത്തിന് യാതൊരു സംശയവും ആർക്കും വേണ്ട. കാരണം പാറ്റയും ഒരു ജീവിയാണ്, കൊതുകും ഒരു ജീവിയാണ്. ആ ജീവിയെ കൊല്ലുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു 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 മരുന്നെന്ന് പറഞ്ഞോ, പുകയെന്ന് പറഞ്ഞോ, സ്പ്രേ എന്ന് പറഞ്ഞോ, എന്ത് തന്നാലും ശരി വീടിനുള്ളിൽ വെക്കരുത്. ഇത് 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 പേരെടുത്ത് പറയാനാവില്ലാത്തത് കൊണ്ടാണ് പേരെടുത്ത് പറയാത്തത്. പക്ഷേ ഇത്തരം സാധനങ്ങൾ നമ്മുടെ വീട്ടിനുള്ളിൽ കയറ്റരുത്, വീട്ടിൽ വെച്ചേക്കരുത്. കയ്യിലുണ്ടെങ്കിൽ അത് എവിടെ നിന്നുമാണോ മേടിച്ചത് അവിടെ കൊണ്ട് ഫ്രീ ആയിട്ട് തിരിച്ചു കൊടുത്തരും. നമ്മളുടെ വീട്ടിൽ ആരും വെച്ചേക്കരുത്. ഇതിനും അപ്പുറത്ത് ഈ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ലിവറിനെ ബാധിക്കുന്നു? വിഷങ്ങളെ നിർവീര്യമാക്കേണ്ടത് ലിവറാണ്. ആ ലിവറിന് കേടുവരുമ്പോ എന്ത് വിഷം എങ്ങനെ ഉള്ളിൽ ചെന്ന് നോക്കട്ടെ. 2 കാര്യങ്ങൾ കൊണ്ടാണ് ലിവർ സിറോസിസ് കണ്ടിരുന്നത്. നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ്. നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് വരുന്നുണ്ട് എങ്കിൽ ഒന്നുകിൽ വിയർപ്പ് കുറവായിരിക്കും. അപ്പൊ അവർ പറയും വിയർക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള കീടങ്ങൾ കടിക്കുന്ന കീടനാശിനികൾ തന്നെയാണ്. അതിനാരും സംശയിക്കേണ്ട. ഹിറ്റ് നിരോധിച്ച പോലെ, ഹിറ്റല്ല, നമ്മുടെ DDT നിരോധിച്ച പോലെ പഠനം നടത്തി അത് ഈ മാതിരി സാധനങ്ങളും നിരോധിക്കേണ്ടത് ഇതിന്റെ അധികാരപ്പെട്ടവരുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്. ആരോഗ്യ മേഖലയിലെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്. അവരത് ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾക്കത് നിരോധിക്കാൻ പറയാനുള്ള യാതൊരു അവകാശവും ഇല്ല. യാതൊരു അവകാശവും നമുക്കില്ല. അത് നിരോധിക്കാൻ പറയാനായിട്ട് നമുക്ക് അവകാശമില്ല. ഇങ്ങനെ കാണുന്നു എന്നുള്ളത് വിളിച്ച് പറയാതിരിക്കാൻ നിർവാഹവുമില്ല. കാരണം ഇതിന്റെ വ്യാപനം കൂടിക്കൂടി വരുന്നു. ഈ കൂട്ടത്തിലാണ് ഭക്ഷണത്തിലെ കീടനാശിനിയുടെ അംശങ്ങൾ. അതായത് ജൈവ കൃഷി വേണ്ട, രാസകൃഷി ശാസ്ത്രീയമാണ് എന്ന് പറയുന്നവരൊക്കെ ഇന്ന് തമിഴ്നാട്ടിൽ നിന്നും വരുന്ന സാധനങ്ങൾ കേടുകൂടാതിരിക്കുന്നു. വിഷത്തിന്റെ റെസിഡ്യൂസ് അതിലുണ്ടോ ഇല്ലെന്ന് എത്രയോ പഠനങ്ങൾ നടന്ന് ഡിക്ലെയർ ചെയ്ത് പത്രങ്ങളിലൊക്കെ വന്നു. നിർലോഭമായി ഇത് ഇന്നും മാർക്കറ്റിൽ വിറ്റുകൊണ്ടിരിക്കുകയല്ലേ. ഏതെങ്കിലും ഒരു പച്ചക്കറിക്കട, ഏതെങ്കിലും ഒരു ടൗണിലെ എല്ലാ പച്ചക്കറിക്കടയിലും സാധനങ്ങൾ എടുത്തിട്ട് പരിശോധിച്ച് അതിനകത്ത് കീടനാശിനിയുടെ അംശം ഉണ്ടോ എന്ന് വിലയിരുത്തേണ്ടത് ആരാണ്? ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരല്ലേ, അവരുടെ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമല്ലേ. കീടനാശിനി തളിക്കാത്ത ഒരു സാധനം തമിഴ്നാട്ടിൽ നിന്ന് വരുമെന്ന് കരുതണ്ട. ഇവിടെ ഒട്ട് തിന്നാനുമില്ല. ജൈവ രീതിക്ക് കൃഷി ചെയ്യുന്നതിന് എതിരും. എന്താ വഴി ഇതിന്? എന്താണ് നമ്മൾ കാണേണ്ടത്? അപ്പൊ ഇത്തരം സാധനങ്ങൾ നിരോധിക്കുക. DDT നിരോധിച്ചതുപോലെ തന്നെ പഠനം നടത്തിയിട്ട് നിരോധിച്ചാൽ മതി, വെറുതെ നിരോധിക്കണ്ട. ഇത് ഹാനികരമാണ് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ഇപ്പൊ മാർക്കറ്റിൽ കിട്ടുന്ന സകല കൊതുക് തിരികളും എടുത്ത് പരിശോധിക്കാം. പാറ്റ ചോക്ക് ഒരു ലക്ഷ്മണരേഖ വരച്ചു കഴിഞ്ഞാൽ അത് തൊട്ടാല് പാറ്റ ചത്തുപോകും. അപ്പൊ എത്ര കൊടിയ വിഷമായിരിക്കണം അത്. ഇത് വരച്ചിട്ട് സുഖമായിട്ട് വീട്ടിൽ മൂടിക്കിടക്കുകയല്ലേ ചെയ്യുക. ഉള്ളിലിരിക്കുന്ന, അതായത് ഗ്യാസിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ക്ലോസറ്റിന്റെ ഉള്ളിലിരിക്കുന്ന പാറ്റയെ പോലും കൊല്ലാൻ അതിനകത്തേക്ക് സ്പ്രേ അടിച്ചു വിടുക. ഇതെല്ലാം നമുക്ക് ഹാനികരമാണ്. പാറ്റ അവിടെ ഇരുന്നെന്ന് വിചാരിച്ച് യാതൊരു ചുക്കും സംഭവിക്കില്ല. പാറ്റ അവിടെ വരാൻ കാരണം എന്താണ്? വീട് അഴുക്കുള്ളതായിട്ടാണ്. വീടിനകത്ത് പാറ്റയ്ക്ക് ഇരിക്കാൻ ഇടമുള്ളത് കൊണ്ടാണ്. അല്ല, വൃത്തിയായിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് മേടിച്ച് എല്ലാ ദ്വാരങ്ങളും അടച്ച് വൈറ്റ് വാഷ് ചെയ്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് പാറ്റയ്ക്ക് ഇരിക്കാൻ ഒരു തുള്ളി ഇടമുണ്ടാവരുത്. ഇടയില്ലാത്ത രീതിയിൽ അടച്ച് കൂറ എന്ന് പറയുന്ന ഒരു സാധനം, അഴുക്ക്, ഈ കൂറയാണ് പാറ്റ തിന്നുക. അപ്പൊ ആ പാറ്റ അവിടെ വരുന്നുവെങ്കിൽ വീട് കൂറ ഉണ്ടായിട്ടാണ്, അഴുക്കുണ്ടായിട്ടാണ്. അപ്പൊ വീട് വൃത്തിയാക്കി വെക്കുക പാറ്റയെ ഒഴിവാക്കാനായിട്ട്. അല്ലാതെ വിഷമടിച്ച് അതിനെ കൊള്ളുന്നതോടൊപ്പം നമ്മളും ചത്തുപോകുന്ന ആ രീതി നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിൽ, ഇനിയും തുടരുന്നുണ്ടെങ്കിൽ നമ്മൾ
തീർത്തും മണ്ടന്മാരാണെന്ന് പറയേണ്ടി വരും. ഇത്തരം ഉൽപ്പന്നങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നവർ, അതായത് ഉറുമ്പുപൊടി, ചാഴിപ്പൊടി, ആ പാറ്റയെ കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്ന ചോക്കുകൾ ഉണ്ടെങ്കിൽ അത്, സ്പ്രേകൾ ഉണ്ടെങ്കിൽ അത്, പിന്നെ വേറെ കൊതുക് തിരികള്, ചന്ദനത്തിരി, കർപ്പൂരം, ഇതിന്റെ കൂട്ടത്തിൽ വന്നതാണ് കർപ്പൂരം കത്തിക്കുന്ന പൂജാരിമാരുടെ ലിവർ സിറോസ്. അത് ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പൂജാരിമാര് ലിവർ സിറോസുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അവര് ശ്രീകോവിൽ അടച്ചിട്ട് അതിനകത്തിരുന്ന് കർപ്പൂരം കത്തിക്കും, അതിനകത്ത് ചന്ദനത്തിരി കത്തിക്കും. ഇത് ചന്ദനത്തിരി തന്നെയാണോ? ചന്ദനത്തിന്റെ തിരിയാണെങ്കിൽ ഇങ്ങനെ വരുമോ? കർപ്പൂരമാണെങ്കിൽ ഇങ്ങനെ വരുമോ? അതിനകത്ത് കത്തിക്കുന്ന എണ്ണയാണെങ്കിൽ ഈ പൂജാരിമാർക്ക് എങ്ങനെയാണ് ലിവർ സിറോസ് വരിക? എത്ര എണ്ണമാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാമോ? ഒരു സർവേ നടത്തി നോക്ക്, അറിയാൻ പറ്റും എത്രമാത്രം ആഘാതം ഈ മാതിരി മനുഷ്യരിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു പഠനവും നടത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ബുദ്ധിയുള്ള മനുഷ്യർ, യുക്തിക്കും ബുദ്ധിക്കും യോജിക്കുന്നുണ്ടെങ്കിൽ ഈ മാതിരി സാധനങ്ങൾ വെളിയിലാകുക. പാറ്റയെ അകറ്റാനുള്ള വഴികൾ കണ്ടുപിടിക്കുക, കൊതുകിനെ അകറ്റാനുള്ള വഴികൾ. ഉടനെ തന്നെ എൻ്റെ സ്റ്റുഡൻസ് ഒരു കൊതുക് തിരി ഇറക്കും. കാരണം തുമ്പ അരച്ച് ഒരു തിരി ഉണ്ടാക്കിയാൽ ആ തിരി കത്തിച്ചാൽ കൊതുക് പോകും. എന്തുകൊണ്ട് നമ്മൾക്ക് ഈ പാറ്റകളെയും കൊതുകിനെയും ഉറുമ്പിനെയും അകറ്റാൻ ഉതകുന്ന സാധനങ്ങൾ കണ്ടുപിടിച്ചുകൂടാ? വീട്ടിൽ ഉറുമ്പ് വരുന്നുണ്ട് എങ്കിൽ പച്ചക്കർപ്പൂരം, നല്ല പച്ചക്കർപ്പൂരം വാങ്ങിക്കണം. നല്ല പച്ചക്കർപ്പൂരവും നല്ല മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് തിരുമ്മി വീട്ടിൽ ഇട്ടുകൊടുത്താൽ ഉറുമ്പ് പോകും. അതായത് നമ്മളുടെ കൊതുക് തിരി ആരെങ്കിലും ഉണ്ടാക്കാൻ തയ്യാറുണ്ടെങ്കിൽ അത് മാർക്കറ്റിൽ ഇറക്കാനുള്ള സംവിധാനം ഇറക്കിത്തരാം. മാർക്കറ്റിൽ വിൽപ്പനയ്ക്കായിട്ട് ഇറക്കാനുള്ള സംവിധാനം ഇറക്കിത്തരാം. നമ്മുടെ പാത്രം തേക്കുന്ന തുമ്പയുടെ എടുത്ത് അരച്ച് അത് കൊതുക് തിരിയാക്കി ഉണ്ടാക്കണം. ഇത്രയേ ഉള്ളൂ, നിസ്സാരമായ കാര്യമാണ്. എത്രയോ സാധു മനുഷ്യരുടെ കരളാണ് കളഞ്ഞുകൊണ്ടിരിക്കണമെന്ന് അറിയാമോ? നമ്മൾ ഇതില് ശക്തമായി ഇടപെടണം. ഇതിനെതിരെ സമരം ചെയ്യാനോ ഗവൺമെന്റിന് പരാതി കൊടുക്കാനോ നടക്കാനല്ല. ബദൽ പ്രൊഡക്റ്റുകൾ ഹൈലി എഫിഷ്യന്റ് ആയിട്ട് കൊതുകിനെ അകറ്റാൻ, അതിന് ഇപ്പൊ പച്ചക്കർപ്പൂരവും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാൽ ഉറുമ്പിനെ അകറ്റാം. അത് ചേർത്തിട്ട് ഒരു പ്രൊഡക്റ്റായി മാർക്കറ്റിൽ ഇറക്കുക, ആ ലേബലില്. നമ്മൾ ഇനിയും അത് ചെയ്യാതിരുന്നാൽ നമ്മളാണ് കുറ്റക്കാര്. അതായത് ഇത് തിരിച്ചറിഞ്ഞിട്ട് ഒരു ബദൽ പ്രൊഡക്റ്റ് പിന്നെ വേണമെന്നുള്ളവർ മേടിച്ച് എടുക്കുക ചെയ്യട്ടെ. ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവണ്ടേ, ഒരു ബദൽ സാധനം ഉണ്ടാവണം. അപ്പൊ ഉറുമ്പ് പൊടിക്ക് പകരമായിട്ട് ഒരു ബദൽ സാധനം ഉണ്ടാവണം, കൊതുക് തിരിക്ക് ബദലായിട്ടൊരു സാധനം ഉണ്ടാകണം, പാറ്റയ്ക്ക് എതിരായിട്ടൊരു സാധനം ഉണ്ടാവണം. താമസിയാതെ തന്നെ ഒരു പെയിന്റ് മാർക്കറ്റിലേക്ക് വരും. ആ പെയിന്റ് നല്ല ഭംഗിയായിട്ട് എല്ലാ വീടിനുള്ളിൽ അടിക്കാനുള്ള പെയിന്റാണത്. ആ പെയിന്റ് നമ്മളുടെ സ്റ്റുഡൻസ് തന്നെ ഇറക്കും, താമസിയാതെ തന്നെ ഇറക്കും. ആ പെയിന്റ് വാങ്ങിച്ചിട്ട് ഓരോ മുറി, അതിനകത്ത് ഓരോ മുക്കും മൂലയും എന്തെങ്കിലും ദൂരം ഉണ്ടെങ്കിൽ അത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ഒട്ടും വിടവില്ലാതെ അടച്ചിട്ട് ഇത് അടച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കൂറ അവിടെ നിൽക്കില്ല. കൂറ എന്ന് പറഞ്ഞാൽ അഴുക്കിനെ പ്രതിരോധിക്കാൻ ഇടങ്ങുന്ന പെയിന്റ് നമ്മൾ ഇറക്കുകയാണ്. ഇന്നത്തെ ഒരു പെയിന്റ് അടിച്ചാല് ആ പെയിന്റിന്റെ സ്മെല്ലും ശ്വസിച്ച് അകത്ത് കിടന്നാല് പിറ്റേ ദിവസം ശ്വാസം മുട്ടലായിരിക്കും. ഒരുപാട് സാധനങ്ങൾ വിട പറയും, ഇതെല്ലാം വിട, അത് അടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വിട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന പെയിന്റ് അടിക്കുന്ന പെയിന്റർമാർക്ക് രോഗമായിട്ട് എന്തൊക്കെ വന്നിട്ടുണ്ട്. മേലാൽ അടിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. വേറെ തൊഴിലില്ല സാറേ. ഞാൻ പറയും വേറെ പെയിന്റ് അടിക്കുമെങ്കിൽ അടിച്ചാൽ മതി, അല്ലാതെ നിന്റെ ജീവിതം കളഞ്ഞിട്ട് ശരീരം കളഞ്ഞിട്ട് നീ അടിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു വിട്ടാൽ പോരല്ലോ, ബദൽ സാധനം വേണ്ടേ? ബദൽ പെയിന്റ് ഉടനെ വരും. പെരക്കകത്തടിക്കാനുള്ള, അടിക്കുന്ന സാധാരണ കൂലിപ്പണിക്കാർക്ക് ലിവർ പോകാത്ത, പെരക്കകത്ത് കിടന്നുറങ്ങിയാൽ ഒരു കേടും വരാത്ത, ഒരു ജീവിക്കും അതിനകത്ത് ഈ കീടം പോലെയുള്ള ജീവികൾക്ക് ഇരിക്കാൻ പറ്റാത്ത വിധത്തില് ദോരങ്ങൾ അടക്കാൻ ഉതകുന്ന ഒരു പേസ്റ്റും കൂടി വെച്ചിട്ടായിരിക്കും ആ പെയിന്റ് ഇറങ്ങുക.
അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് ഇത്തരം സാധനങ്ങൾ വളരെ 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 ദോഷകരമായി കണ്ടുവരുന്നു. അതിന് പരിഹാരം ഇതേ ഉള്ളൂ. നമ്മൾ അതിനകത്തിട്ട് ഇറങ്ങുക, അല്ലാതെ ഇതിനെതിരെ പ്രചരണം നടത്തുകയോ സമരം ചെയ്യുകയോ ഗവൺമെന്റിലേക്ക് പരാതി കൊടുക്കുകയോ ഒന്നിനും പോകേണ്ടതില്ല. അതാണ് നമ്മുടെ സമീപനം അതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഇതിനെപ്പറ്റി. അല്ലാതെ ഇതിനകത്ത് കൂടുതൽ പറയാനൊന്നുമില്ല. ഇതൊന്നും കൊള്ളില്ലാത്തതാണെന്ന് അറിഞ്ഞിരിക്കുക. അത് പെരക്കകത്ത് വെക്കുക പോലും ചെയ്യരുത്, അലമാരിക്കകത്ത് വെക്കരുത്. എനിക്ക് ഇതിൽ ഉപയോഗിക്കാം. ഇനി ഒരു കാര്യം കൂടി ഇന്ന് അഡീഷണൽ ആയിട്ട് പറയാനായിട്ട് പറഞ്ഞിരിക്കുന്നത്, വടക്കൻ കേരളത്തിലും നമ്മളുടെ ഇവിടെയും അവിടെ ഇവിടെയായിട്ട് മുണ്ടി നീര് പെരുകുന്നു എന്നൊരു ഇത് കണ്ടുവരുന്നു. അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് ഗവൺമെന്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മൂവ് ചെയ്തിട്ടുണ്ട്, സന്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, മുണ്ടിനീരും ഒരു വൈറസാണ്, ഒരു വൈറൽ രോഗമാണ്. വൈറസിനെ എതിർക്കാനുള്ള വഴികൾ നമ്മൾ നേരത്തെ തന്നെ ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു മാലിന്യം, ആ മാലിന്യത്തെ നിർവീര്യമാക്കാനാണ് വൈറസ് വരിക. അപ്പോ മുണ്ടിനീര് വരുന്നുണ്ട് എങ്കിൽ നമ്മളുടെ ശരീരത്തിൽ മാലിന്യമുണ്ട്. പാറ്റ വരുന്നുണ്ടെങ്കിൽ വീട്ടിൽ കൂറയുണ്ട്. ശരീരത്തിൽ മാലിന്യമുള്ളത് കൊണ്ടാണ് മുണ്ടിനീര് വരുന്നത് എന്ന് എല്ലാവരും അറിയുക. അതുകൊണ്ട് ശരീരത്തിലെ മാലിന്യങ്ങൾ ഒഴിവാക്കാനുള്ള നടപടി ഉടനടി എല്ലാവരും ചെയ്തുകൊള്ളുക. ചിലപ്പോൾ കേരളമാകെ ഈ മുണ്ടിനീര് സ്പ്രെഡ് ചെയ്തേക്കാം. കുഞ്ഞിലെ വരുന്നിരുന്ന 11 വയസ്സിന് മുമ്പാണ് വരുന്നെങ്കിൽ അത് നല്ലതാണ്. 11 വയസ്സിന് മേലായി കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകാൻ, ഇത് വന്നവർക്ക് കുട്ടികൾ ഉണ്ടാകാനായിട്ട് ഉണ്ടാകാൻ ബുദ്ധിമുട്ട് വരും. കാരണം ആ വൈറൽ അറ്റാക്ക് കൊണ്ട് എന്തോ ഒരു സംവിധാനം തകർന്നു പോകുന്നതുകൊണ്ട് ഇവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഒന്നുണ്ട്. അതുകൊണ്ട് മുണ്ടിനീര് അല്ലാതെ കാര്യമായ ആരെയും കൊണ്ടുപോകത്തൊന്നുമില്ല. മുണ്ടിനീര് മാറാനായിട്ട് ചെയ്യേണ്ടത് ശരീരത്തിനുള്ളിലെ മാലിന്യങ്ങൾ കളയുക, വയറിളക്കുക, വിയർക്കാത്തവർ വിയർപ്പിക്കുക, വെള്ളം കുടിക്കാത്തവർ വെള്ളം കുടിക്കുക, എക്സർസൈസ് ഇനിയും ആരംഭിച്ചിട്ടില്ലാത്തവർ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ശരീരത്തിനുള്ളിലെ രക്തത്തിനുള്ളിലെ മാലിന്യങ്ങളെ വെളിക്കളയാനുള്ള എക്സർസൈസ് ആണത്. രക്തത്തിൽ ഓക്സിജന്റെ തോത് കുറഞ്ഞാൽ മാലിന്യം കൂടുന്നതാണ് അതിന്റെ ലക്ഷണം. മാലിന്യം കൂടില്ലേ? ഓക്സിജന്റെ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ശ്വാസമകത്തേക്ക് എടുക്കുന്ന ഓക്സിജൻ രക്തത്തിലെ മാലിന്യങ്ങളെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് വെളിക്കളയാനുള്ള മാലിന്യങ്ങളെ വെളിക്കളയുകയാണ്. അപ്പോ ആ അകത്തേക്ക് എടുക്കുന്ന ഓക്സിജൻ ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിൽ മാലിന്യങ്ങൾ അകത്ത് കെട്ടിക്കിടക്കും. ഈ അകത്ത് കയറാൻ പറ്റാതെ വരുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് പോകാഞ്ഞിട്ടാണ്. അപ്പൊ പുറത്തേക്ക് പരമാവധി മലിന വായു കളയാനുള്ള എക്സർസൈസ് ആണ് നമ്മൾ യൂട്യൂബിൽ ഇട്ടിരിക്കുന്നത്. യൂട്യൂബിൽ അതൊരു താളത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. കാരണം ശരീര താളവും പ്രപഞ്ച താളവും തമ്മിൽ ഒരുമിപ്പിക്കാൻ, മാലിന്യങ്ങളെ വെളിക്കളയാൻ, ശരീര മാലിന്യം മാത്രമല്ല മനസ്സിന്റെ മാലിന്യം കൂടി വെളിക്കളയാൻ ഉതകുന്ന ഒരു എക്സർസൈസ്. എന്നുമില്ല, നമ്മളുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ ഉതകുന്ന ഒരു എക്സർസൈസ്. എല്ലാവർക്കും ചെയ്യാം. എഴുന്നേക്കാൻ മേലെങ്കിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെറിയ ഭാഗങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്ത് ശരീരം ശുദ്ധമാക്കുക. ഹോമിയോയിൽ നല്ല മരുന്നുകളുണ്ട്, വൈറസിന് നല്ല മരുന്നുകളുണ്ട്. ഹോമിയോ മരുന്നുകൾ കുടിക്കാം, ഹോമിയോ മരുന്നുകൾ കഴിക്കാം. പ്രതിരോധ ശക്തി കൂട്ടാനുള്ള നടപടികൾ എടുത്തോളുക. വിറ്റാമിൻ സി, ഗ്രേപ്പ് സീഡ്, വിറ്റാമിൻ ബി നമ്മൾ കൊടുക്കുന്നുണ്ട്. വിറ്റാമിൻ സി പൗഡർ 1/4 സ്പൂൺ ഓരോ ഗ്ലാസ് വെള്ളത്തിൽ കലക്കി 3 നേരം കുടിക്കുക ആഹാരത്തിന് ശേഷം. ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് എന്ന് പറയുന്ന ആന്റി ഓക്സിഡൻസ്, അത് 1 ഗുളിക വീതം 3 നേരം കഴിക്കുക ആഹാരത്തിന് ശേഷം. വിറ്റാമിൻ ബി കോംപ്ലക്സ് വിത്ത് വിറ്റാമിൻ സി ടാബ്ലറ്റ് 1 ഈ 3 നല്ല കോമ്പിനേഷനാണ്. ഏതെല്ലാം ഡോക്ടർമാർ എതിർത്താലും, ഞാൻ ചില വീഡിയോ എനിക്ക് ചിലർ അയച്ചു തന്നു. ആന്റി ഓക്സിഡൻസിന് എതിരെ ആന്റി ഓക്സിഡൻസ് പറയുന്നവര് ഇതൊന്നും അറിയാത്തവരാണ്, ഞങ്ങളാണ് വലിയ ഡോക്ടർമാര്. എന്തിനാണ് ഇതൊക്കെ പറയണേ? ആധുനിക ചികിത്സാ ശാസ്ത്രത്തിന് ഈ രോഗങ്ങൾ മാറ്റാമായിരുന്നെങ്കിൽ ഒരെണ്ണം വ്യാജ ഡോക്ടർക്ക് പോകുമോ?
ഒരാളെങ്കിലും വ്യാജ ഡോക്ടർമാരുടെ പോകുന്നുണ്ട് എങ്കിൽ ആധുനിക ചികിത്സാശാസ്ത്രത്തിന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഇതിനെതിരെ ഒരു യൂട്യൂബിനെതിരെ ചാനലുകൾ ഒരുപാട് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് സാമാന്യ മനുഷ്യനുണ്ട്. ഏതെല്ലാം തരത്തില് അവതരിപ്പിച്ചാലും ശരി, യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ള കോമൺ സെൻസും മനുഷ്യനുണ്ടെന്ന് മനസ്സിലാക്കുക. സാധാരണ മനുഷ്യർക്ക് അത് കൂടുതലാണെന്ന് പറഞ്ഞിരിക്കുക. സാധാരണ വെറുതെ പുല്ലുവെട്ടാൻ നടക്കുന്ന അല്ലെങ്കിൽ കൂലിപ്പണിക്ക് നടക്കുന്ന മനുഷ്യർക്ക് കൂടുതലാണ്. വിദ്യാഭ്യാസം തലേ കയറിപ്പോയിട്ടുള്ള ചിലർക്ക് മാത്രമാണ് അത് മനസ്സിലാക്കാത്തവര്. തെറ്റായ ഇൻഫർമേഷൻസ് തലയിൽ ഫീഡ് ചെയ്തവർക്ക്, സാധാരണ മനുഷ്യർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. എത്ര തിരിച്ചാലും നമുക്കത് അവർ തിരിയത്തൂല്ല. അതുകൊണ്ട് അവരവരുടെ ശരീരം ശുദ്ധമാക്കി വെച്ചാൽ ഒരു വൈറസും ഒരു ചുക്കും ചെയ്യില്ല. പ്രതിരോധ ശക്തി കൂട്ടണം. അതിന് വേണ്ട നടപടികൾ വിറ്റാമിൻ സി ഉള്ള നെല്ലിക്ക, പേരക്ക, നാരങ്ങ, പാഷൻ ഫ്രൂട്ട്, ഇതിലേതെങ്കിലും ഒന്ന് ഒരു ദിവസം കഴിച്ചിരിക്കണം സകലരും. ഇത് പോരാതെ വരുന്നു എന്ന് തോന്നിയാൽ വിറ്റാമിൻ സി പൗഡർ, ഗ്രേപ്പ് സീഡ് പോലെയുള്ള ആന്റി ഓക്സിഡൻസ് കഴിക്കണം. അസിഡിറ്റി മാറ്റാനായിട്ടുള്ള കുക്കുംബറിന്റെ കാര്യം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇതിന് വലിയ കാര്യമായ ഡിഫക്റ്റ് അല്ലെങ്കിൽ കാര്യമായ മനുഷ്യന്റെ രോഗം വന്ന് കിടന്നു മരിച്ചു പോകുന്ന ഒരു കേസൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകപ്പാടുള്ള ഡിഫക്റ്റ് എന്ന് പറയുന്നത് കുട്ടികൾ ഉണ്ടാകാൻ, മുതിർന്നവർക്ക് ഇത് വന്നു കഴിഞ്ഞാൽ, ചെറുപ്പക്കാർക്ക് ഇത് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകാൻ ഇരിക്കാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്. വേറെ കാര്യമായി ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് ഏതായാലും വൈറസിനെ പേടിക്കണ്ട. ഇപ്പോഴേ വൈറസിനെ നേരിടാൻ തയ്യാറായിക്കൊള്ളൂ. 2028 അതിശക്തമായ ഒരു വൈറസ് വരിക തന്നെ ചെയ്യും. കാരണം സൈക്കിൾ, പുനരാവർത്തന ചക്രം, പ്രകൃതിയുടെ പുനരാവർത്തന ചക്രം ശരിയാണ് എങ്കിൽ കോവിഡ് കഴിഞ്ഞാൽ 11 വർഷം കഴിയുമ്പോൾ കോവിഡിനേക്കാളും വലിയൊരു വൈറസ് വരും. കാരണം സർവ്വതും ഈ നമ്മളുടെ ഭൗതികപരമായ സകലതും, ജൈവ വ്യവസ്ഥ ഒന്നടങ്കം, ഈ പ്രകൃതിയിലെ ജൈവ വ്യവസ്ഥ ഒന്നടങ്കം ചാക്രികമാണ്. ഓരോ 11 വർഷം കൂടുമ്പോഴും ഇത് പുനരാവർത്തിക്കപ്പെടും. വൈറസ് വന്നിട്ടുണ്ട് എങ്കിൽ 11 വർഷം കഴിയുമ്പോൾ അതിനേക്കാളും ശക്തമായ ഒരു വൈറസ് വരും. കോവിഡ് പോയി, കോവിഡിനെ നമ്മൾ നിരോധിച്ചു, നിപ്പയെ നിരോധിച്ചു, എല്ലാത്തിനും നിരോധിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. വൈറസ് വരാതിരിക്കാൻ ഒരുപക്ഷെ ഈ മംസ്, മുണ്ടിനീര് ചിലപ്പോൾ ഒരു സൂചനയായിരിക്കാം. നമ്മളെ ഒന്ന് ഉണർത്താൻ വേണ്ടി വന്നതായിരിക്കാം. വൈറസ് വരാൻ പോകുന്നു എന്ന ഒരു സൂചന തരാൻ വേണ്ടി വന്നതായിരിക്കാം. ഈ മുണ്ടിനീര് കഴിഞ്ഞാൽ ഒരു 2 വർഷം കഴിയുമ്പോൾ മുണ്ടിനീരിനേക്കാളും അല്പം കൂടി ചാർജുള്ള, ഇച്ചിരി കരുത്തുള്ള ഒരു വൈറസ് കൂടി അതിന്റെ സിംറ്റംസ് പ്രകൃതി കാണിക്കും. മൂന്നാമതൊരെണ്ണം കൂടി കാണിക്കും. എന്നിട്ടേ 4ാമത്തെ ഏറ്റവും നല്ല കോവിഡിന്റെ ചേട്ടൻ വൈറസ് വരും. ഇപ്പൊ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ഇക്കോളജി ശാസ്ത്രം പഠിക്കുന്ന ഒരാൾ എന്ന നിലയിൽ മംസ് പടരുന്നുണ്ട് എങ്കിൽ അത് ഒരു ഭാഷയാണെന്നും പ്രകൃതിയുടെ ഭാഷയാണെന്നും അതൊരു സൂചനയാണെന്നും മനസ്സിലാക്കി മുൻകരുതൽ എടുക്കുന്നതല്ലേ ബുദ്ധി. മുൻകരുതൽ എടുക്കണം. മാലിന്യങ്ങൾ കളയുന്നതിൽ ഒരു കുഴപ്പമില്ലല്ലോ, കളയാം. ഇതാണ് മുണ്ടിനീരിനെ പറ്റി എനിക്ക് തരാനുള്ള ഒരു സന്ദേശം. ഹോമിയോ മരുന്നുകളെ ആശ്രയിക്കാം. ഇനി വൈറസിനെ തകർക്കാനുള്ളൊരു വൈറസിനെ കൊല്ലാനുള്ള എന്തെങ്കിലും ഒരു മരുന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിലോ ആയുർവേദത്തിലോ ഉണ്ടെങ്കിൽ എടുക്കാം. മറ്റൊന്ന്, കയ്പിന് വൈറസിനെ ഒരു 2 ആഴ്ചത്തേക്ക് ഒതുക്കി നിർത്താൻ കഴിയും. അമൃത് ഇട്ട വെള്ളം, കിരിയാത്തിട്ട വെള്ളം, ആടലോടകം ഇട്ട വെള്ളം, കൊയിന ഇട്ട വെള്ളം, ഈ വെള്ളം കുടിക്കുകയും കൂടി ചെയ്താൽ വൈറസ് ഒരു ചുക്കും ചെയ്യില്ല. കാരണം കയ്പ് രസത്തിന് വൈറസിനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും. അതുകൊണ്ട് കയ്പ് രസം, അമൃതിട്ട വെള്ളം കുടിക്കുക. കയ്പ് സഹിക്കാൻ പറ്റുന്ന കയ്പില് അമൃതിന്റെ അളവ്, കിരിയാത്തിന്റെ അളവ് ഇട്ട് വെള്ളം കുടിക്കുക.